ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുത്തകകൾക്ക് കടൽ തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കുടപിടിക്കുകയാണെന്ന് MK രാഘവൻ MP. ഓണക്കാലത്ത് പൊതുവിപണിയിൽ ന്യായവില ഉറപ്പാക്കാൻ സപ്ലൈകോയുടെ ഓണം ഫെയറിന് തുടക്കമായി. കൂടത്തായി പാലത്തിന്റെ അപകടാവസ്ഥ വിലയിരുത്തുന്നതിന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. BJP മോദി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് ചേവായൂർ മണ്ഡലം കമ്മിറ്റി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കുത്തകകൾക്ക് കടൽ തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കുടപിടിക്കുകയാണെന്ന് MK രാഘവൻ MP. ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കേരളത്തിന്റെ മത്സ്യഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെയും വിദേശ കുത്തകകളുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനെതിരെയും ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കുത്തകകളിൽ നിന്നും ലഭിക്കുന്ന റോയൽറ്റിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തിന് വിൽക്കാനൊന്നും ബാക്കിയില്ല. ഇതിന് പുറമെയാണ് കടലും കടൽ തീരവും കൂടി കുത്തകകൾക്ക് വിൽക്കുന്നത്. കടലിന്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നതോടെ മത്സ്യത്തൊഴിലാളികൾ എന്നേക്കുമായി പട്ടിണിയിലാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മത്സ്യബന്ധനം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ മണൽ ഖനനം ഉൾപ്പെടെ 50 കിലോമീറ്ററിനകത്ത് നടത്തുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലം 1-ാം ബ്ലോക്ക് തീരത്തു നിന്നുള്ള ദൂരം 33 കിലോമീറ്റർ, വിസ്തീർണം 73 ചതുരശ്ര കിലോമീറ്റർ, പ്രകൃതി വിഭവം 100.33 ദശലക്ഷം ടൺ. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെയാണ് കൊള്ളയടിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ചടങ്ങിൽ ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് G. ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MP, KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത്, DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ, മുൻ MP TN പ്രതാപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആംസ്ട്രോങ് ഫെർണാണ്ടോ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും പൊതുവിപണിയിൽ ന്യായവില ഉറപ്പാക്കാനുമായി സപ്ലൈകോയുടെ ഓണം ഫെയറിന് തുടക്കമായി. ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സഞ്ചരിക്കുന്ന ഓണച്ചന്തയ്ക്കും തുടക്കമായി. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവനിയലിലാണ് ഫെയർ നടക്കുന്നത്. സപ്ലൈകോയുടെ ഫെയറുകളിൽ നിന്നും 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഉപഭോക്താക്കൾക്കായി വൻ വിലക്കുറവും ഓഫറുകളും നൽകുന്നുണ്ട്. പ്രത്യേക സമ്മാന പദ്ധതികളും ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട്. 1225 രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റ് 1000 രൂപയ്ക്കും 625 രൂപയുടെ മിനി സമൃദ്ധി ഓണക്കിറ്റ് 500 രൂപയ്ക്കും 305 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ് 229 രൂപയ്ക്കും ലഭിക്കും. സെപ്റ്റംബർ 4 വരെയാണ് മേള നടക്കുക. ഓണം ഫെയറിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം സപ്ലൈകോയുടെ സാധനങ്ങളുടെ ഗുണനിലവാരം എന്നത് ആദ്യത്തെ കാലമൊക്കെ പറഞ്ഞതിനേക്കാൾ എത്രയോ മാറ്റം വരികയും ഇന്ന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ് സപ്ലൈകോ തരുന്നത്.
അപ്പോൾ സപ്ലൈകോന്റെ ഇങ്ങനത്തെ ഒരു എക്സിബിഷനിൽ വരുമ്പോൾ അവർക്ക് കുറേയേറെ സാധനങ്ങൾ കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയും ഈ കൊല്ലം നമുക്ക് കിറ്റ് അപ്പം അങ്ങനത്തെ കിറ്റുകൾ കൊടുക്കുക, അതൊക്കെ തന്നെ നമ്മളെ സപ്ലൈകോയോട് ജനങ്ങളെ കുറച്ചുകൂടി ചേർത്ത് നിർത്താൻ സഹായിക്കും. ചടങ്ങിൽ സപ്ലൈകോ റീജിയണൽ മാനേജർ ഷൽജി ജോർജ്, ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് സുരേഷ് ബാബു, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായി പാലത്തിന്റെ അപകടാവസ്ഥ വിലയിരുത്തുന്നതിന് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തിയത്. കൂടത്തായി പാലത്തിന്റെ സ്ലാബുകൾക്കിടയിൽ ചെറിയ നീക്കം കാണുന്നുണ്ടെന്നും വലിയ കേടുപാടുകളില്ലെന്നും നിലവിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ KHRA ഡെപ്യൂട്ടി ഡയറക്ടർ JSD സോണി പറഞ്ഞു. അറ്റകുറ്റപ്പണികളിലൂടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംസ്ഥാന പാതയിൽ താമരശ്ശേരി, ഓമശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂടത്തായി പാലത്തിലും തൂണിലും വിള്ളലുകളും കുഴികളും രൂപപ്പെട്ട് അപകടാവസ്ഥയിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്ന് ടിപ്പറുകളും ചരക്കു വാഹനങ്ങളുമടക്കം കടന്നു പോകുമ്പോൾ നാട്ടുകാർ ഭീതിയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംഘം പരിശോധനയ്ക്കായി എത്തിയത്. പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ഷിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ N ബൈജു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T മെഹറൂഫ്, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിശോധനാ സംഘവുമായി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി. ചേവായൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്ത് ഉദ്ഘാടനം ചെയ്തു. യാത്ര പൂളക്കടവിൽ സമാപിച്ചു. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ, ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ അങ്ങോളം പ്രതിഷേധ ജാലകൾ നടത്തുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ചേവായൂർ മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്ത് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ വോട്ട് തട്ടിപ്പിലൂടെ രാജ്യത്തിന്റെ ജനവിധിയെ തന്നെ അട്ടിമറിച്ച് BJP മോദി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ച് ചേവായൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. മലാപ്പറമ്പ് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ നിന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്ത് ഉദ്ഘാടനം ചെയ്ത യാത്ര പൂളക്കടവിൽ സമാപിച്ചു. സമാപന ഉദ്ഘാടനം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സനോജ് കുരുവട്ടൂർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കൃത്യമായ പേരുകളില്ലാതെ, കൃത്യമായ അഡ്രസ്സുകളില്ലാതെ, പിതാവിന്റെ നാമമില്ലാതെ ഇവിടെയുള്ള വോട്ടർ പട്ടിക കൃത്യമായിട്ടുള്ളതായിരിക്കുന്ന വലിയ ക്രമക്കേടുകളോട് തയ്യാറാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് നമുക്കറിയാം. അതാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് ചോദ്യം ചെയ്തുകൊണ്ട് പറയുന്നത്. ഇന്ത്യയിലെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനം അട്ടിമറിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. മണ്ഡലം പ്രസിഡന്റ് അഖിൽ മാനന്ത്രാവിൽ അധ്യക്ഷത വഹിച്ച നൈറ്റ് മാർച്ചിൽ കൌൺസിലർമാരായ KC ശോഭിത, TK ചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബിനീഷ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി TM നിമേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീനിവാസൻ മങ്ങാട്, വരുൺ KT, അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഒരുക്കുന്നു ഞങ്ങൾ
Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി അജ്രക് ബാത്തിക് സിൽക്ക് സാരികൾ കലംകരി പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ ഷർട്ട് പീസുകൾ കുപ്പടം തോത്തികൾ ബെഡ്ഷീറ്റുകൾ ചുരിദാറുകൾ പരവതാനികൾ ഉന്നം നിറച്ച കിടക്കുകൾ റെഡിമെയ്ഡുകൾ ലുങ്കികൾ കരകൗശല വസ്തുക്കൾ ലെതർ ഉൽപ്പന്നങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ കാർപ്പറ്റുകൾ ചൂരൽ കസേരകൾ പാലക്കാടൻ മൺപാത്രങ്ങൾ കറിക്കത്തികൾ പച്ചക്കറി വിത്തുകൾ വളങ്ങൾ അലങ്കാര ചെടികൾ ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ലെതർ ഉൽപ്പന്നങ്ങൾ ചെരിപ്പുകൾ ഫർണിച്ചറുകൾ കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. PM കേളക്കുട്ടി മേസ്ത്രിക്ക് കോഴിക്കോട് പൗരാവലി ആദരമൊരുക്കുന്നു. നന്മയുടെ പ്രഥമ പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കും. ഓഗസ്റ്റ് 31 മെഡിക്കൽ കോളേജ് ക്യാമ്പസ് HSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നന്മ എന്ന പ്രസ്ഥാനം നന്മ ചെയ്യുന്നവരെ ആദരിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീ കേൾക്കുട്ടി മേസ്ത്രിയെ ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പണിക്ക് കൂലിപ്പണി ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് പിന്നീട് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വന്ന വഴി മറന്നു പോവാതെ തൻ്റെ നാട്ടുകാർക്ക് ദുർബല വിഭാഗത്തിന് വേണ്ട പിന്തുണ നൽകാനും അദ്ദേഹം ശ്രമിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിൽ 1938 വറുതിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലത്താണ് PM കേളുക്കുട്ടിയുടെ ജനനം. കഠിനാധ്വാനത്തിലൂടെ കരുത്തുള്ള ബിൽഡറുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വിസ്മയമാണ് 86-കാരനായ PMK എന്നറിയപ്പെടുന്ന PM കേളുക്കുട്ടി മേസ്ത്രി. നന്മയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പൗരാവലി ഓഗസ്റ്റ് 31 വൈകിട്ട് മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേസ്ത്രിയെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരം സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് PM കേളക്കുട്ടി മേസ്ത്രി ജീവിതം വിസ്മയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും MK രാഘവൻ MP ഡോക്യുമെന്ററിയുടെ പ്രകാശനവും നിർവഹിക്കും. ചടങ്ങിൽ PK അഹമ്മദ് അധ്യക്ഷനാകും. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, PV ചന്ദ്രൻ, ഗോകുലം ഗോപാലൻ, MP അഹമ്മദ്, ഡോക്ടർ K മൊയ്തു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ എഞ്ചിനീയർ K ആനന്ദമണി, പുത്തൂർ മഠം ചന്ദ്രൻ, എഞ്ചിനീയർ AK പ്രശാന്ത്, ജയരാജ് UP, T ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിളവെടുപ്പിന് തയ്യാറായ മത്സ്യങ്ങളെ കാണാതായതായി പരാതി. വെള്ളയിൽ സ്വദേശി കൃഷ്ണപ്രസാദിനാണ് വളർത്തു മത്സ്യങ്ങളെ നഷ്ടമായത്. സംഭവത്തിൽ ഫിഷറീസ് അധികൃതരുമായി ബന്ധപ്പെട്ടു. വെള്ളയിൽ സ്വദേശി കൃഷ്ണപ്രസാദ് ഇത് 3ാം തവണയാണ് മത്സ്യവകുപ്പിന്റെ സർക്കാർ സഹകരണത്തോടെയുള്ള മത്സ്യകൃഷി നടത്തുന്നത്. തന്റെ വീടിനോട് ചേർന്ന ഈ കൂറ്റൻ ടാങ്കിൽ 1300 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതാണ്. പിന്നീട് മാസങ്ങളോളം തീറ്റയും പരിപാലനത്തിനും എല്ലാം വൻ തുക ചിലവാക്കി. അടുത്ത ആഴ്ച വിളവെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനിടെ ഇന്നലെ ടാങ്കിലെ വെള്ളം ശുദ്ധീകരിക്കാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടലോടെ ആ കാഴ്ച കണ്ടത്. മത്സ്യ ടാങ്കിൽ ബാക്കിയുള്ളത് ആകെ ഒരു മീൻ മാത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ ഫിഷറീസ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ വന്ന് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം മീൻ ഒരുമിച്ച് പോയെങ്കിലും മനുഷ്യന്മാർ കളവ് നടത്തിയതാണെന്ന് കൃഷ്ണപ്രസാദ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ബയോഫ്ലോക് സിസ്റ്റം എന്ന് പറയുന്നത് വെള്ളത്തിന് ലേശം ഒരു നമ്മുടെ ചോക്ലേറ്റിന്റെ കളറാണ്. അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തെ കാണൂല. അപ്പോൾ ഇത്രയും മത്സ്യം പിടിച്ചു പോകുന്ന എനിക്ക് പിടിക്കാൻ പറ്റില്ല. അത് എത്ര ആൾ വന്ന് കാണും മുഴുവനായിട്ട് തീർക്കാൻ പറ്റില്ല. ഇതിപ്പോൾ 3 വർഷമായി ചെയ്യുന്നതാണ്. ഇന്നേ വരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, സേഫ്റ്റി ആണ്. നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു 2 അടി ഗ്യാപ്പ് നമുക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രം നെറ്റ് തുറന്നിട്ടിട്ടുള്ളൂ. പക്ഷെ അത് നമുക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മൂടിയിടാറില്ല. പക്ഷെ അവിടെ ഒന്നും ഡാമേജ് ആയിട്ട് ഒന്നും കാണുന്നില്ല. ഇന്ന് തന്നെ ടാങ്കും പരിസരവും വൃത്തിയാക്കി അടുത്ത കൃഷി ഇറക്കാനുള്ള തീരുമാനത്തിലാണ് കൃഷ്ണപ്രസാദ്. ഈ ഓണക്കാലത്ത് 800 കിലോയോളം മത്സ്യമാണ് ഈ കർഷകന് നഷ്ടമായത്. ഏതെങ്കിലും തരത്തിൽ നഷ്ടപരിഹാരം ലഭിച്ചാൽ അത് വലിയ ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കേരള UAE കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ബാലഗോപാലുമായി ചർച്ച നടത്തി. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രതിനിധി സംഘം ദുബായിൽ വെച്ചാണ് ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള UAE കപ്പൽ സർവീസസ് വേഗത്തിൽ അനുവദിക്കുന്നത് സംബന്ധിച്ച് പ്രവാസി സംഘടനകൾ ധനമന്ത്രി ബാലഗോപാലുമായി ദുബായിൽ ചർച്ച നടത്തി. ബജറ്റിൽ 15 കോടി വകയിരുത്തിയതിനാൽ വേഗത്തിൽ ആരംഭിക്കുന്നതിന്റെ അനിവാര്യത മുഖ്യമന്ത്രിയെ പ്രത്യേകം ധരിപ്പിക്കുമെന്ന് പ്രവാസി സംഘടനാ പ്രതിനിധികൾക്ക് മന്ത്രി ഉറപ്പു നൽകി. അമിത വിമാന നിരക്കും കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് നിർത്തലാക്കിയതും കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോളിംഗ് പദവി നൽകാത്തതും മലയാളികളുടെ യാത്രാക്ലേശം രൂക്ഷമാക്കുന്നതാണ്. ബേപ്പൂർ കൊച്ചി ദുബായ് കപ്പൽ സർവീസ് എന്ന ആവശ്യവുമായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ കേരള കേന്ദ്ര സർക്കാരുകളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായും നിരന്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സർവീസ് ആരംഭിക്കുന്നത് അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് MDC സീനിയർ വൈസ് പ്രസിഡന്റ് CA ബ്യൂട്ടി പ്രസാദിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവാസി സംഘടനാ ഭാരവാഹികൾ ദുബായിൽ വെച്ച് കേരള ധനമന്ത്രി ബാലഗോപാലുമായി ചർച്ച നടത്തിയത്. ഈ പ്രവാസികളുടെ യാത്രാ പ്രശ്നം വലിയൊരു പ്രശ്നത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടത്തെ പോലെയല്ല, വളരെ റെഗുലറായിട്ട് ആളുകൾ ഫ്രീക്വൻ്റ്ലി യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ തന്നെ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴായിരുന്നു ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ പോയിരുന്നു. ഇപ്പോൾ ഓരോ വീക്കെൻഡിലും ആളുകൾ നാട്ടിൽ വരുന്നൊരു സാഹചര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അറിയാം, എല്ലാ ഫ്ലൈറ്റുകളും ഫുള്ളായിട്ടാണ് പോകുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്നായാലും കോഴിക്കോട് നിന്നായാലും ഇട ദിവസങ്ങളിൽ പോലും ഫ്ലൈറ്റുകൾ നിറഞ്ഞാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ചാർജുകളാണ് പ്രശ്നം. സീസൺ അനുസരിച്ച് അവർ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ പ്രവാസികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരു അവസരമാണ് വന്നിരിക്കുന്നത്. പ്രവാസി പ്രതിനിധികളായ ബാബു കുരുവില, സിജി വർഗീസ്, മനോജ് തോമസ് എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നൃത്യാഞ്ജലിയുടെ വാർഷികാഘോഷ പരിപാടികൾ അഴകൊടി മന്ദിരം ഓഡിറ്റോറിയത്തിൽ നടന്നു. കലാമണ്ഡലം സരസ്വതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടിയും അരങ്ങേറി. നൃത്യാഞ്ജലിയുടെ വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാഭമായ ചടങ്ങുകളോടെ കോഴിക്കോട് അഴകൊടി ഓഡിറ്റോറിയത്തിൽ നടന്നു. കലാമണ്ഡലം സരസ്വതി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ബിജീഷ് കൃഷ്ണൻ, കലാമണ്ഡലം ഗീതാ പ്രസാദ്, ചാരുദത്ത്,
രഘുനാഥ്, സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നും എൻ്റെ അടുത്ത് വന്ന് അന്ന് ആ കാലത്തുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ഇതും ഇന്നും ആ കുട്ടി നിലനിർത്തി പോരുന്നു. അത് എൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. ഇതുപോലെയൊന്നും ആർക്കും ഇത് കൊണ്ടു നടക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ വരുന്നു, ഏതോ ഒരു ടീച്ചറുടെ അടുത്ത് ചേരുന്നു, കുറേ കാലം അവരുടെ കീഴിൽ നിൽക്കുന്നു, വീണ്ടും നമ്മളുടെ ജോലിക്കായി പോകുന്നു, നമ്മൾ വേറെ ക്ലാസ് തുടങ്ങുന്നു, നമുക്ക് കുറേ വിദ്യാർത്ഥികളാവുന്നു, അവരുടെ കാര്യങ്ങളും മറ്റും നോക്കി നമ്മൾ മുന്നോട്ട് പോകുമെന്നല്ലാതെ തിരിഞ്ഞു നോക്കുക എന്നുള്ള ഒരു ഇത് മിക്കവർക്കും ഇല്ല. കുട്ടികളുടെ നൃത്ത പരിപാടിക്ക് ബിജീഷ് കൃഷ്ണൻ വായ്പാട്ടിലും, ഗീതാ പ്രസാദ് നാട്ടുവാങ്കത്തിലും, ചാരുദത്ത് മൃദംഗത്തിലും, രഘുനാഥ് ഫ്ലൂട്ടിലും അകമ്പടിയേകി. വർഗീസ് ചാലക്കുടിയും സംഘവുമാണ് കുട്ടികൾക്കായി ചമയമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൊസൈറ്റി ഫോർ ഹ്യൂമൻ ഇൻവെസ്റ്റിഗേഷൻ ജില്ലാ കൺവെൻഷൻ മുണ്ടിക്കൽ താഴത്ത് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് സൗത്ത് മേഖല പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സൊസൈറ്റി ഫോർ ഹ്യൂമൻ ഇൻവെസ്റ്റിഗേഷൻ SHI എന്ന മനുഷ്യാവകാശ സംഘടനയുടെ കോഴിക്കോട് ജില്ലാ മീറ്റിംഗ് മുണ്ടിക്കൽ താഴം കോട്ടമ്പറമ്പ് പുനത്തിൽ കോംപ്ലക്സിൽ വെച്ച് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടി സ്നേഹമല്ല, മനുഷ്യ സ്നേഹമാണ് ഇവിടെ വേണ്ടതെന്നും മനുഷ്യജീവനാണ് കൂടുതൽ വില കൽപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി ആഷിഖ് അത്തോളിയെ തിരഞ്ഞെടുത്തു. ഇരകൾക്ക് നീതി ലഭിക്കാത്ത ഒരു കാലത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വേട്ടക്കാർക്ക് സ്വാധീനം ഉപയോഗിച്ച് നീതി ലഭിക്കുന്ന രീതിയിലേക്കാണ്. കോഴിക്കോട് സൗത്ത് മേഖല കൺവെൻഷൻ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഹാരിസ് പുനത്തിൽ, സെക്രട്ടറിയായി റസിയാസി, ജോയിന്റ് സെക്രട്ടറിയായി സർജാസ്, വൈസ് പ്രസിഡന്റായി ആദിൽ MC എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുത്തകകൾക്ക് കടൽ തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കുടപിടിക്കുകയാണെന്ന് MK രാഘവൻ MP. ഓണക്കാലത്ത് പൊതുവിപണിയിൽ ന്യായവില ഉറപ്പാക്കാൻ സപ്ലൈകോയുടെ ഓണം ഫെയറിന് തുടക്കമായി. കൂടത്തായി പാലത്തിന്റെ അപകടാവസ്ഥ വിലയിരുത്തുന്നതിന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. BJP മോദി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് ചേവായൂർ മണ്ഡലം കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.